ബേബി സഖാവിന് പുതിയ ചുമതല കിട്ടിയ ഉടനെ തന്നെ വാഴ്ത്തുപാട്ടുകളുമായിട്ട് മൂപ്പര് ഇറങ്ങിയിട്ടുണ്ട്. പറ്റിയ സമയമാണ് കാച്ചാൻ. അപ്പോൾ ബേബി സഖാവ് കാച്ചാൻ തുടങ്ങുകയാണ്. വലിയ സ്ഥാനം കിട്ടിയെന്ന് വിചാരിച്ച് അതിന് മൂപ്പർക്ക് ഒരു മടിയുമില്ല. ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഒരാൾ എത്തിയപ്പോൾ അദ്ദേഹം മറ്റെല്ലാവരുടെയും മുകളിലായി എന്ന തരത്തിൽ കരുതേണ്ടതില്ല. അപ്പോൾ ആരാണ് ജനറൽ സെക്രട്ടറി ആയിട്ടും നിങ്ങളെ മുകളിലാണ് എന്ന് തോന്നുന്ന ആളാരാണ്? വിജയേട്ടൻ. വിജയേട്ടനോ? ഏത് വിജയേട്ടന്? പിണറായി. അതെന്നും വിജയേട്ടൻ തന്നെ. അത് മുകളിലാണോ കീഴിലാണോ എന്ന് നോക്കിയിട്ടല്ല. വിജയേട്ടനെ എന്നും വിജയേട്ടനായി കാണുന്നതിന് പിന്നില് ഒരു കാര്യമുണ്ട്. കൃത്യമായ ചില ലക്ഷ്യങ്ങളോട് കൂടിയിട്ടുള്ള ചില ചാതുരിയാണ്. അക്കാര്യത്തിൽ ഒരു മടി വേണ്ട അല്ലേ? എന്നാ തുടങ്ങിക്കോളി. ആദ്യം പുകഴ്ത്തൽ നടക്കട്ടെ. കേരളത്തിന്റെ ക്യാപ്റ്റൻ ആണ്. ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നു പൊതുവിൽ സ്വീകരിക്കപ്പെട്ടു. ആ ഉയർന്നു വരവില് ജനറൽ സെക്രട്ടറി ആയാലും ശരി ആദ്യം ക്യാപ്റ്റനെ പുകഴ്ത്തിയിട്ട് വേണം തുടങ്ങാൻ. അതാകാം. അത് വെറുതെ ആകണതല്ലാന്ന് പിണറായി വിജയനെ കുറിച്ച് പറയുമ്പോൾ ജനറൽ സെക്രട്ടറിക്ക് 100 നാക്ക് വേണമെന്നാണ്. പക്ഷേ സഖാവ് പിണറായി വിജയൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇന്നത്തെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. നന്നായി, പക്ഷേ കടുപ്പം ഇത്തിരി കുറച്ചാ കൊള്ളാം. ലൈറ്റ് ആക്കാം. അപ്പൊ ഒന്ന് ലൈറ്റ് ആക്കിയിട്ട് പറഞ്ഞോളി. പ്രായം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത കൊണ്ടും. ഇതൊന്നും അല്ല അത്രേ. കേരളത്തിന്റെ ഒരു കാരണവരായിട്ടാണ് ബേബി സഖാവ് പിണറായിനെ കാണുന്നത്. പ്രതിക്ഷോഭങ്ങളും പ്രളയങ്ങളും കാര്യങ്ങളും എല്ലാം വന്നു. അത് കൈകാര്യം ചെയ്യുകയും കോവിഡിന്റെ കാലം മുതലാണ് ഓരോ ദിവസത്തെയും കാര്യങ്ങളെല്ലാം അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ വിശദീകരിക്കാൻ കഴിഞ്ഞു. അതിങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ബേബി സഖാവ് പിണറായിക്ക് കാരണവർ പട്ടം ചാർത്തി കൊടുത്തത്. നമ്മുടെ വീട്ടിൽ കുടുംബത്തിലൊരു കാരണവരുണ്ടെങ്കിൽ ആ കാരണവരെ എങ്ങനെയാണോ കാണുക, അതുപോലെ കേരളീയ സമൂഹത്തിന്റെ ഒരു കാരണവരായിട്ട് പിണറായി വിജയൻ മാറി. അതുകൊണ്ടൊന്നും തീർന്നില്ല. ഒരു കാര്യം ഏൽപ്പിച്ചാല് തല അങ്ങോട്ട് പോയാലും അത് നടത്തുന്ന ആളാത്രേ. തനിക്ക് കിട്ടിയ ചുമതല, മുഖ്യമന്ത്രി എന്നുള്ള ചുമതല ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ചുമതലയുടെ നിർവഹണത്തിന്റെ ഭാഗമായി അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു. കഴിഞ്ഞ ആഴ്ച വയലാളിക്കാവിലെ പൂരത്തൊന്നും തല്ലുണ്ടാക്കിയത്രേ. ആരാ ഇത് തച്ചോളി ഉദയനോ? ഇതൊക്കെ കണ്ടിട്ടാണ് ബേബി സഖാവിന് വിജയേട്ടനോട് വല്ലാത്തൊരു ആരാധന തോന്നിയത്. അതിനെ കേരളീയ സമൂഹം സ്വീകരിച്ചു. അല്ല സഖാവെ, ഈ പുകഴ്ത്തലിനൊരു അവസാനല്ലേ? തീർന്നില്ല. അപ്പൊ ഇനിയുണ്ടോ? തീർന്നിട്ടില്ല. എന്നാ ഒന്ന് ചുരുക്കി പറയട്ടോ, ആളുകൾക്ക് ബോറടിക്കും. ചുരുക്കി പറയാൻ കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടാണ്. സാരല്ല, ചുരുക്കി പറഞ്ഞോ. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാം. എന്നോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് സഖാവ് പിണറായിയെ പല കാര്യങ്ങളിലും വിമർശിച്ചിരുന്ന ഒരാള് ഈ സംഭവമെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരാളാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, എന്താ പറഞ്ഞേ? നിങ്ങളുടെ പിണറായി വിജയനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഓ, ഒരൊറ്റ ആ നേതൃത്വ പാഠവും അദ്ദേഹത്തിനുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാണോ അതോ ബേബി സഖാവിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നറിയില്ല. ആലപ്പുഴന്ന് ബേബി സഖാവിനിട്ട് ഒരു പുകഴ്ത്തല്. ദീർഘകാലം പ്രവർത്തിച്ചതിന്റെ അഖിലേന്ത്യാ പരിചയം ബേബിക്ക് മാത്രമുള്ള മുതൽക്കൂട്ടാണ്. അതാരാ? അടുത്ത പുകഴ്ത്തൽ ആരാ? ഞങ്ങളൊക്കെ സുധാകരൻ സാർ എന്നാണ് വിളിക്കുന്നത്. ഒരു പുകഴ്ത്തല് അങ്ങോട്ട് കൊടുത്താൽ ഒരു സാറ് വിളി തിരിച്ച് ഇങ്ങോട്ടും കിട്ടും. രാജ്യത്ത് മൊത്തം നല്ല പരിചയം. അല്ല, ഇതിപ്പോ എന്തിനുള്ള പുകഴ്ത്തല? കൃത്യമായ ചില ലക്ഷ്യങ്ങളോട് കൂടിയിട്ടുള്ള ചില ചാതുരിയാണ്. എന്നാ തുടങ്ങിക്കോളി. പഠനത്തിലും വായനയിലും അതിന്റെ അടിസ്ഥാനത്തിൽ നിഷ്കളങ്കമായ പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിന്ന ആളാണ് ബേബി എന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ലോകപ്രസിദ്ധനാ, 10 തലയായവന്. അത് നല്ലൊരു ഫലിതമാണ്. ജനറൽ സെക്രട്ടറിന് ഏതായാലും ജി സുധാകരന് പെരുത്ത് ഇഷ്ടായി. വളരെ സീനിയറായ നേതാവാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പാർട്ടി ക്ലാസ് എടുത്തു കൊടുത്ത സുധാകരൻ സാറിനെ ബേബി സഖാവ് ഒന്ന് ഓർത്തെടുത്തു. ഞങ്ങളെല്ലാം കൊല്ലത്ത് SFI പ്രവർത്തകരായി വരുമ്പം സഖാവ് ജി സുധാകരൻ സാറ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവും പാർട്ടിയുടെ നേതാവും യുവജന അന്നത്തെ KSYFന്റെ നേതാവും ഒക്കെ ആയിരിക്കുമ്പോൾ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. തന്നെ അങ്ങനെ ഉണ്ടായോ? അപ്പൊ സാറേന്ന് തികച്ചും വിളിക്കാം. ഈ സാർ എന്നുള്ള സംബോധന വ്യാപകമായിട്ടുണ്ടായത്. അപ്പൊ എങ്ങനെ പരസ്പരം പുകഴ്ത്തിയത് പോരെ? അപ്പോൾ ബേബി സാറിന്റെ പുകഴ്ത്തൽ കൊണ്ട് ആരുടെയൊക്കെ പിണക്കം മാറും, ഈ പുകഴ്ത്തൽ കണ്ട് ആരൊക്കെ പുതുതായിട്ട് പിണങ്ങുന്നൊക്കെ കാത്തിരുന്ന് കാണാം.